ഇന്ത്യൻ മണ്ണിൽ ഒരു രാക്ഷസനെ പോലെ ശക്തനായിരുന്നു വഖഫ് നിയമം. അതിനാൽ ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ വഖഫ് ഭൂമിയുള്ളത് അത് ഇന്ത്യയിലായി. ഇന്ത്യയിലാണെങ്കിൽ റെയിൽവേയും കരസേനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് ബോർഡിനുമാണ്. ഭാരതത്തിലെ എല്ലാ നിയമത്തിനും കോടതികൾക്കും മുകളിലുള്ള ഒരു മതസംവിധാനം. അങ്ങനെ ആരെയും ഭയക്കാതെ ആരെയും കൂസാതെ ഈ രാക്ഷസൻ ഭൂമികൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കീഴടക്കി സ്വന്തമാക്കി പോയ ഈ രാക്ഷസന് അങ്ങനെ ഒരു മോഹം ഉദിച്ചു. കേരളത്തിലെ മുനമ്പം എന്ന കൊച്ചു ഗ്രാമത്തിലെ കുറച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഭൂമിയിൽ കണ്ണുവെച്ചു. പക്ഷേ അവിടെ ഈ ശക്തന് കാലിടറി. കാരണം ആ ഭൂമിയിൽ ഒരു മാതാവിൻ്റെ പള്ളി ഉണ്ടായിരുന്നു. അതും വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി. ആ പള്ളി ഇരിക്കുന്ന ഭൂമിയിൽ കണ്ണുവെച്ചത് മുതൽ വഖഫ് ആക്ടിന്റെ വിധി തീർപ്പാക്കി കഴിഞ്ഞു. എല്ലാം കാൽ കീഴിലെന്ന് കരുതിയ ഈ വഖഫ് ആക്ടിന്റെ കാലിനടിയിലെ മണ്ണ് ഇളകിത്തുടങ്ങി. കാരണം കടലിന്റെ മക്കൾ ആശ്രയിച്ചത് പരിശുദ്ധ മാതാവിലായിരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന യേശുവിൻ്റെ വാക്കുകൾ ഇവിടെ നടന്നു. വിശ്വാസത്തോടെ പ്രത്യാശയോടെ മുനമ്പം ജനത പ്രാർത്ഥിച്ചു. വഖഫ് ആക്ടിലെ കിരാത നിയമങ്ങൾ കടലിൽ പതിച്ചു. അതാണ് ഇന്നലെ നമ്മൾ പാർലമെന്റിൽ കണ്ടത്. വേളാങ്കണ്ണി മാതാവിന്റെ ശക്തമായ ഇടപെടലിൽ കൂടെ നിൽക്കേണ്ടവർ തന്നെ തള്ളിക്കളഞ്ഞിട്ടും പരിശുദ്ധ അമ്മ അവരോടൊപ്പം നിന്നു. അതെ, മാതാവിനെ തൊട്ടപ്പോൾ വഖഫ് ആക്ടിന് കാലിടറി. എല്ലാവരോടും കളിക്കുന്ന പോലെ വേളാങ്കണ്ണി മാതാവിനോട് കളിച്ചപ്പോൾ വഖഫിന്റെ കൈ പൊള്ളി. കടലിന്റെ മക്കളുടെ വേദന സ്വർഗത്തിന്റെ അമ്മ എടുത്തുമാറ്റി. ഒരു മത നിയമത്തിന്റെ പേരിൽ മുനമ്പം ജനത ഇത്രയും നാൾ സമര പോരാട്ടത്തിൽ ആയിരുന്നു. രാപ്പകലുകൾ നോക്കാതെ, വെയിലെന്നോ മഴയെന്നോ നോക്കാതെ പോരാട്ടത്തിലായിരുന്നു അവർ. സ്വന്തം കിടപ്പാടത്തിനു വേണ്ടിയും ഇടവക ദേവാലയത്തിനു വേണ്ടിയും തങ്ങളുടെ പ്രിയപ്പെട്ടവർ അന്തി ഉറങ്ങുന്ന മണ്ണിനു വേണ്ടിയും. ജാതിമത ഭേദമന്യേ 172 ദിവസങ്ങൾ മാതാവിന്റെ തിരുനടയിൽ നിരാഹാരമിരുന്ന മുനമ്പം ജനതയുടെ ആശങ്കകളിൽ മാതാവിന്റെ മേലങ്കിയാൽ സംരക്ഷണമേകി. 1993 വേളാങ്കണ്ണി മാതാവിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം കോട്ടപ്പുറം രൂപതയുടെ കീഴിലാണ്. ഈ ദേവാലയമാണ് മുനമ്പം ജനതയ്ക്ക് 172 ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശക്തിയേകിയത്. ഈ നോമ്പുകാലത്തിൽ മുനമ്പം ജനതയും ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ്. മുനമ്പം ജനതയെ നിരാശരാക്കാതെ പ്രത്യാശയുടെ മാതാവ് അവർക്ക് വിജയം നൽകി. ക്യാൻസർ പോലെ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമിയെ കാർന്നു തിന്നുന്ന ഈ വഖഫ് രാക്ഷസന് കടിഞ്ഞാണിടാൻ കടലിന്റെ മക്കൾക്കായി. കാരണം അവർ വിശ്വസിച്ചതും ആശ്രയിച്ചതും മാതാവിന്റെ മടിത്തട്ടിലായിരുന്നു. കടലിന്റെ ആഴങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയപ്പോൾ അവരുടെ ജീവൻ സംരക്ഷിച്ച, കുടുംബം സംരക്ഷിച്ച, കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച മാതാവിന്റെ കരങ്ങളിലാണ് അവർ തങ്ങളുടെ ജീവിതവും സ്വത്തും ഭരമേൽപ്പിച്ചത്. ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച ആരംഭിച്ചതു മുതൽ കൊരട്ടിമുത്തിയുടെ രൂപം വെച്ചാണ് അവർ നിരാഹാര പന്തലിൽ പ്രാർത്ഥിച്ചത്. അതെ, ആ മാതാവാണ് അവർക്ക് വിജയം നേടിക്കൊടുത്തതും.